ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ സാഗയുടെ ടീമും മറ്റേമാർ തമ്മിൽ അടിയായി കാണും. പക്ഷെ അതേസമയം അവസാനം വഴക്ക് കേൾക്കുന്ന ഇവർ മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രിൻസിപ്പളും ദേഷ്യത്തി സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവരാദ്യം ഈ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയും. എന്നിട്ട് അന്ന് രാത്രി ചെയ്യാൻ കാണാൻ അവൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവനിപ്പോൾ മൊത്തത്തിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുക. അതുകൊണ്ട് അവനും അവസാനമായിട്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടിയാ അവൻ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇനി തൊട്ട് അവൻ ഇഷ്ടപ്പെട്ട മ്യൂസിക് ബാൻഡ് മാത്രമേ അവൻ ചേരത്തുള്ളൂ എന്ന് പറയും. കൂടാതെ ഒരു മകനായിട്ട് സ്വന്തം അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ മെഡിക്കലും പഠിക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പം ഇവന്റെ അച്ഛനാണ് ദേഷ്യത്തി നീയൊക്കെ ഒരു മകനാണോന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അപ്പരാണ് അവനും അച്ഛാ ഇനിയെങ്കിലും ഒരു അച്ഛനായിട്ട് നിങ്ങൾ എന്നെ ആദ്യം മനസ്സിലാക്കണം. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്നെ കിംബോമിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ അച്ഛന് വേറൊരു ഉദ്ദേശമുണ്ടോ എന്നിന് ഇവനും ചോദിക്കുമ്പം ഇവന്റെ അച്ഛനാണ് പേടിച്ചിട്ട് എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കും. അപ്പരാണ് ചെയ്യങ്ങും അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളത് മറന്നേക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം ആന്റിയാണെ സാഗിയെ കട്ടപ്പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവന്റെ സാധനങ്ങൾ അവന്റെ ഫാൻസ് എടുത്തോണ്ട് പോയപ്പോ തന്നെ ആന്റിയുടെ വീട്ടിൽ കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അങ്ങനെ അതുകൊണ്ട് ഇവനെ കുറെ ജോലി ചെയ്യിപ്പിക്കുമ്പം അവനാണ് ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ തെയ്യം കൊണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനും കൂടെ ജോലി ചെയ്യിപ്പിക്കാൻ പറയും. അപ്പോഴാണ് ആന്റിയാണ് ദേഷ്യത്തി കൊച്ചറക്കാ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എതിർക്കും, മര്യാദയ്ക്ക് പറഞ്ഞ ജോലി മാത്രം ചെയ്യും. നിന്റെ ഫാൻസ് കാരണോടാ കിംബോമിന്റെ അമ്മ വാങ്ങിച്ചെന്ന സാധനങ്ങളെല്ലാം എന്റെ മകളുടെ കല്യാണത്തിന് കൊടുക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയ എന്നിന് അവരും പറയുമ്പം ഇത് കേട്ട് സാഗേ ഷോക്കായിട്ട് ആന്റി എന്തോ പറയുന്നത്, കിംബോമിന്റെ അമ്മ അവൾക്ക് വേണ്ടിയല്ലേ വാങ്ങിച്ചെന്ന്, അതെന്തിനാ നിങ്ങൾ നിങ്ങളുടെ മകൾ കൊടുക്കുന്നത് എന്നിന് ഇവൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോ തന്നെ ആന്റി മതി അങ്ങ് ദേഷ്യത്തിലാകും. അങ്ങനെ അതിനുശേഷം അവരറിയാതെ നൈസിന് അവനവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവരകത്തിരുന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെടും. ഇതേ സമയം തന്നെ ഇവിടെ ജീന എഴുതി വെച്ച പാട്ട് വേറൊരു പാട്ടായിട്ട് മാച്ച് ആയതുകൊണ്ട് അവളുടെ അച്ഛൻ ജോയും ദേഷ്യത്തി ഇപ്പൊ തന്നെ വേറൊരു പാട്ട് എഴുതാൻ വേണ്ടി പറയും. കാരണം 2 ആഴ്ചക്കുള്ളിൽ പുതിയ പാട്ട് വരുമെന്ന് ഇവര് മുമ്പേ തന്നെ അനൗൺസ് ചെയ്ത്, അതുകൊണ്ട് ആ ഒരു വിഷയം മാറ്റുവാണ്. പിന്നെ നമുക്ക് ഫുള്ളും ചീത്തപ്പേരായി പോകുന്ന പറഞ്ഞ് ഇവളുടെ അച്ഛനും എത്രയും പെട്ടെന്ന് ഈ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് അവള് വാൺ ചെയ്തിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് അവളും പുതിയ പാട്ട് കണ്ടെത്തുള്ള ടെൻഷനിലുള്ള. എന്നിട്ട് കിംബമാണ് സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് തന്നെ സാഗ്യ ഇവളെ നേരിട്ട് കാണാൻ വേണ്ടി വരും. അങ്ങനെ അവന് കുറെ സ്റ്റൈലേ കാണിച്ചിട്ട് ഇവളെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ അവളാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കാണാൻ കൂളെന്നല്ലെന്ന് പറയും. അപ്പോഴാണ് അവനും നിന്റെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി ഒന്നല്ല നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അതെന്തായാലും സക്സസ്ഫുൾ ആയെന്ന് പറയും. എന്നിട്ട് അവൻ ഇപ്പൊ ഡേറ്റിന് വിളിക്കുമ്പോഴാണ് ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് എന്തോ ഡേറ്റോ ഞാൻ എപ്പോഴും നിന്നോ ഡേറ്റിനൊക്കെ വരാന്ന് പറഞ്ഞ് എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവനാണ് അടുത്തേക്ക് വന്നിട്ട് എന്റെ പൊന്നുമോളെ നമ്മൾ തമ്മിൽ നടന്നേക്കെ മറന്നുപോയോ, അതിനർത്ഥം നമ്മൾ കപ്പിൾസ് എന്നല്ലേ എന്നിന് ഇവനും പറയുമ്പോൾ അവളാണ് ടെൻഷനായിട്ട് അതിപ്പോ നീ ആരോടും പറയണ്ട, നമ്മൾ തമ്മിൽ സംസാരിച്ചല്ലേ, നമ്മൾ ടെയ്യാങ്ങിന്റെ ഫീലിങ്സും കൂടെ മനസ്സിലാക്കണം, അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന പ്രശ്നത്തിൽ നമ്മുടെ ബന്ധത്തിനെ കുറിച്ച് ആരോടും പറയണ്ട എന്നിന് അവളും പറയുമ്പോൾ ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് അയ്യോ കിംബം അങ്ങനെ പറഞ്ഞെങ്ങനാ, എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടിന് ശേഷം ഞാൻ ആരോടും പറയാതിരുന്ന മോശമല്ലേ, അതുകൊണ്ട് എന്റെ കൂടെ ഡേറ്റിനോ എന്നിന് ഇവനും വിളിക്കുമ്പോഴാണ് അതേസമയം കിംബോമിന്റെ കൂടെ അമേരിക്ക പഠിച്ച 2 പെമ്പിള്ളേർ അവിടേക്ക് വരും. അങ്ങനെ അവരാണ് കിംബോമിന്റെ അമ്മ 6 വർഷം മുമ്പ് മരിച്ചുകൊണ്ട് അവരതോർത്ത് വിഷമിക്കുവാന്ന് പറയും. അവരാണ് ഇത് കേട്ട് ഇവളാണ് വിശ്വസിക്കാൻ പറ്റാതെ അന്ന് മരണത്തിന് വരാതെ നിങ്ങളെന്തിനാ ഇപ്പം വന്നേന്ന് പറഞ്ഞ് ഇവൾ അതിനെ കുറിച്ചൊക്കെ തിരക്കുമ്പം അവരാണ് ആ സമയത്ത് ബിസി ആയിരുന്നു പറഞ്ഞ് ഇപ്പൊ ഇവൾക്ക് കുറച്ച് ഭിക്ഷയായിട്ട് പൈസ കൊടുത്തിട്ട് പോകും. അങ്ങനെ കിംബോവിന് നാണം കെടുത്തുന്ന പോലെ അവർ സംസാരിക്കുമ്പം ഇത് കേട്ട് സാഗിയാണ് സഹിക്കാൻ പറ്റാതെ ആ പൈസ തിരിച്ച് അവരുടെ തന്നെ കൊടുത്തിട്ട് ഇനി ഇവരുടെ അമ്മ എല്ലാം മരിക്കുവാണ് ഈ പൈസ കിംബം തന്നെയായിട്ട് വച്ചേക്കോന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവരാണ് ഇവനെ കണ്ട് ഷോക്കായിട്ട് ഇവൻ എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ ഫേമസ് ആയിട്ടുള്ള സിംഗർ എങ്ങാണ്ട എന്നിന് അവർ ഓർത്തെടുക്കാൻ നോക്കുമ്പം ഇവനാണ് ഇറങ്ങി പോടിയെന്ന് പറഞ്ഞ് 2 പേരും അങ്ങ് പറഞ്ഞേക്കും. അതിനുശേഷം കിംബമും അവൻ്റെ കൂടെ കുറച്ച് ഡേറ്റിന് വന്നേക്കുമ്പോഴാണ് ഇവനെ ഞാൻ എപ്പോഴും വരുന്ന ഒരു കടലിലേക്ക് വിളിച്ചോണ്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഫുഡിന് വേണ്ടിയാ ഇത്രയും ക്യൂ എന്ന് പറയും. അപ്പോഴാണ് അവളാണത് കണ്ടിട്ട് എന്നും പറഞ്ഞ് കുറെ സമയമായിട്ട് നമ്മളിവിടെ നിൽക്കുമല്ലേ നമുക്ക് ഫുഡും എല്ലാം കിട്ടുമോ എന്നിന് ഇവളും ചോദിക്കുമ്പം അവന് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് ഇവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവസാനം ഫുഡെല്ലാം സെയിൽസായി ഇവർക്കൊന്നും കിട്ടത്തില്ല. അതിനുശേഷം അവന് ഫുഡ് കിട്ടിയില്ലെങ്കിലും ഇത്ര സമയം നമ്മൾ ഒരുമിച്ച് വെയിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവരൊരുമിച്ച് ബസ്സിൽ കയറുമ്പോഴാണ് സാഗയുടെ ബസ് കാണത്തില്ല. അപ്പോഴാണ് വേറൊരു പെങ്കൊച്ചും ഇവനോട് ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഇവന് കിംബോമിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവന്റെ ടിക്കറ്റ് എന്താ എടുക്കാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ നീ വലിയ ഫേമസ് ആയ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞ് നിനക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് തരണ, നിനക്ക് ഞാൻ ലവ് അല്ലാതെ ഒന്നും തരത്തില്ല എന്നിന് ഇവളും പറയുമ്പം ഇവനാണ് പുച്ചത്തി അയ്യോ ഇത് വമ്പൻ ട്വിസ്റ്റ് ആയി പോയല്ല, എങ്കിൽ പിന്നെ നിന്റെ അടുത്ത് ഞാൻ കോൺട്രാക്ട് ചെയ്യുന്ന വേസ്റ്റാ, നീ എനിക്ക് ശമ്പളം തരത്തില്ല, നീ ഇപ്പൊ തന്നെ ബസ്സിൽ വിളിച്ചേ എന്നിന് അവന് ചോദിക്കുമ്പം അവൾ എന്നാലല്ലേ ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന് എല്ലാവരും അറിയത്തുള്ളെന്ന് അറിഞ്ഞ് അവനെ സന്തോഷിപ്പിക്കും. അപ്പോഴാണ് അവിടേക്ക് ഒരു പെങ്കൊച്ചും ഇവന്റെ ഫാൻ ആയതുകൊണ്ട് ഇവൻ ആ കടയിൽ ഫുഡ് കിട്ടാൻ നിൽക്കുന്നുണ്ട്. ഇവൾ വാങ്ങിച്ചൊരു പാക്കറ്റ് അവന്റെ കൊടുത്തിട്ട് ഇവൻ എപ്പോഴാണോ ആ ക്രൗൺ ബാൻഡിൽ നിന്ന് ഇറങ്ങിയ അപ്പൊ തൊട്ട് ഇവൾ ആ പാട്ടൊക്കെ നിർത്തിയെന്ന് പറയും. അതിനുശേഷം അവനും കുറച്ച് ഇമോഷണൽ ആയിട്ട് അവള് തന്നെ ഫുഡ് എടുത്ത് കഴിക്കാൻ പോകുമ്പോഴാണ് ഇവളാണ് ബസ് വെച്ച് ഇതൊന്നും കഴിച്ചോടെന്ന് അറിഞ്ഞിട്ട് അവനെ കുറെ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഡേറ്റിന് പോകാൻ ബിസി ആണെങ്കിലും നിന്നെ കുറെ പഠിപ്പിക്കണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ ജീനയും 2 ആഴ്ചക്കുള്ളിൽ പുതിയ പാട്ട് എങ്ങനെ കണ്ടെത്തുന്ന അറിഞ്ഞ് അവള് മൊത്തത്തിൽ പുകഞ്ഞുമായിരിക്കുമ്പോഴാണ് അന്ന് ട്രിപ്പിന് പോയപ്പോ ഇവള് കിംബോമിന്റെ പാട്ട് കോപ്പി അടിച്ചു
കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ അതോടെ അവളുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ച് ഇവളത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് ഇവളും കിംബോമിന്റെ മ്യൂസിക്കിന്റെ കൂടെ കുറച്ച് ആഡ് ചെയ്യാന്ന് പറഞ്ഞ് തീരുമാനം എടുക്കും. അതിനുശേഷം ഇവിടെ വീട്ടിൽ വെച്ച് കിംബോം അതേ പാട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ കേൾക്കുന്ന സാഗയാണ് ഇതവന്റെ സ്വപ്നത്തിൽ കേൾക്കുന്ന പാട്ടല്ലെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ ഈ പാട്ട് കൊച്ചിലെ തൊട്ട് അവൾ എഴുതിയ പാട്ടാന്ന് പറയും. അങ്ങനെ ഈ പാട്ട് സാഗിയ പാടണമെന്ന അവൾക്ക് ആഗ്രഹമുള്ള. അങ്ങനെ അതും പറഞ്ഞിട്ട് അവള് സത്യത്തിൽ ഇവന്റെ സ്വപ്നത്തിൽ ഈ മ്യൂസിക് ഒക്കെ വന്നിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവന് പണ്ട് തൊട്ട് ഈ മ്യൂസിക് പിയാനോ ഒക്കെ ഇവന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയും. കൂടാതെ ഇവളുടെ കൊച്ചിലെ ആ രൂപം വന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ തമ്മിൽ കാണുന്നതായിരിക്കും വിധി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ കിസ് ചെയ്യും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് തെയ്യം കൊല്ലം കാണുന്നറിഞ്ഞ് ഇവൻ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് വീണ്ടും അപ്സെറ്റായി, ഓ തെയ്യം കണ്ട് എന്ത് ഇപ്പം നമ്മൾ എന്തായാലും കപ്പിൾസ് ആയില്ലേ, അവൻ കാരണം ഇപ്പൊ ആരും അറിയണ്ടെന്ന് പറഞ്ഞ മൊത്തത്തിൽ എനിക്ക് സങ്കടമായി എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ അവനെ പല സമാനപ്പെടുത്തും. എന്തായാലും നമ്മുടെ സന്തോഷം മാത്രമല്ലാതെ എല്ലാവരും സന്തോഷം നോക്കിയിട്ടാണ് ഈ കാര്യം പറയണമെന്ന്. അതുകൊണ്ട് പതിയെ സമയം വരുമ്പം പറയാന്ന് ഇവളും പറയുമ്പോഴാണ് കറക്റ്റ് ഇതേ സമയം ഇവർ കിസ് ചെയ്ത് കണ്ടിട്ട് തെയ്യങ്ങും അവ സൈലന്റ് ആയിട്ട് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം ഇവിടെ കിംബമാണ് ഇവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പോഴാ ഭയങ്കര സന്തോഷത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നാളെ ഇവളുടെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്കൊല്ല സ്ഥലത്ത് പോകാൻ ആഗ്രഹമുണ്ട്, അത് ഏത് സ്ഥലമായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ എല്ലാ സ്ഥലത്തും വിളിച്ചോണ്ടോന്ന് പറയുമ്പോൾ ഇവൾ ഇമോഷണൽ ആയിട്ട് പറയും നാളെ ഇവളുടെ അമ്മയുടെ കല്ലറ കാണാൻ പോവാന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവൻ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മയെ കുറിച്ച് സംസാരിക്കുന്ന ഇവൾക്ക് ഇഷ്ടമല്ലെന്ന് വിചാരിച്ച അവൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കരുതെന്ന് പറയും. അപ്പോഴാണ് അവളും ഇതിനുമ്പ് ഇവൾ ആരും അവിടെ വിളിച്ചോണ്ട് പോയിട്ടില്ല, കാരണം ഇവൾക്ക് ആ ധൈര്യം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവളുടെ അമ്മയ്ക്ക് ഗുണപ്പെടുത്താൻ പറ്റാത്ത അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവൾ അമ്മ മരിച്ചതിന് ശേഷം അവരുടെ ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതിനോർത്ത് ഇവള് പിന്നീടാണ് വിഷമിച്ച. ഒരു അമ്മ അന്ന് ആക്സിഡന്റ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവൾ ചെയ്ത ഡൊണേഷൻ കാരണമല്ലേ അവളുടെ അമ്മ ഓപ്പറേഷൻ ചെയ്യാതെ മരിച്ചോയെന്നറിഞ്ഞ് ഇവൾക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് സാഗയാണെ കുറച്ച് ഷോക്കായി പോകും. അതുകൊണ്ട് അവനും ഇവളുടെ അമ്മ അപ്പൊ എല്ലാ ഓർഗൻസും ഡൊണേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഇവന് പിടികിട്ടുന്നത് ഇവൾ വായിച്ച പിയാനോ മ്യൂസിക്കും ഇവളുടെ കൊച്ചിലത്തെ സംഭവങ്ങളൊക്കെ സ്വപ്നത്തിൽ വരാനുള്ള കാരണം ഇവളുടെ അമ്മയുടെ കണ്ണ് ഇവനെ മാറ്റി വെച്ചോണ്ടാ. അങ്ങനെ ആ കാര്യം അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവളും നാളെ കോളേജിന്റെ അടുത്ത് വെച്ച് ഇവനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ അവിടെ നേരെ റൂമിലേക്ക് വരുമ്പോഴാണ് തേയങ്ങാണ് ഉറങ്ങുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കും. അതേസമയം സാഗിയും അപ്പൊ അവളുടെ അമ്മയുടെ കണ്ണാ മാറ്റി വെച്ചെങ്കിൽ അപ്പൊ ഇവ ഇതിനു മുമ്പ് കണ്ട സ്വപ്നമൊക്കെ ഈ വീട് നടന്നതാണെന്ന് അറിഞ്ഞിട്ട് അവൻ അതൊക്കെ ഓർത്തെടുത്ത് ഓരോ സ്ഥലത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവ സ്വപ്നത്തിൽ കണ്ട അതേ സാധനങ്ങൾ ഈ വീട്ടിൽ ഇപ്പൊ കാണും. അതായത് അവളുടെ അമ്മ കണ്ട കാഴ്ചകള് ഇവന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ വന്നു പോയ. അങ്ങനെ അതെല്ലാം കൂടെ ഇപ്പൊ പെട്ടെന്ന് ഓർത്തെടുത്തുടനെ ഇവൻ എന്തിനാ ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു പോന്നെന്ന് അവൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവൻ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി അടുത്ത ദിവസം അവളുടെ ആന്റിയോട് ചെന്ന് കിംബം കൊച്ചിലെ തൊട്ട് അവളുടെ അമ്മയുടെ കൂടെ ഈ വീട്ടിലാണ് താമസിക്കാൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ആന്റിയാണ് പേടിച്ചിട്ട് എടാ നീ ഈ വീട് പഴയ വീടാന്ന് വിചാരിച്ച് വാടക കുറയ്ക്കാൻ നോക്കുവാണോ എന്നിന് അവരോചിക്കുമ്പോഴാണ് അവനും അല്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു, കിംബോമിന്റെ അമ്മ എങ്ങനെ മരിച്ചെന്ന് നിങ്ങൾക്ക് അറിയാം എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും അവൾ നിന്നോട് പറഞ്ഞു തന്നില്ലേ അവളുടെ അമ്മ ഒരു കാർ ആക്സിഡന്റ് മരിച്ചു പോയതാ. പക്ഷെ എന്തായാലും അവൾ മരിച്ചതിന് ശേഷം അവളുടെ എല്ലാ പാർട്സും ഡൊണേറ്റ് ചെയ്ത് കുറെ ആൾക്കാർക്ക് ജീവൻ കൊടുത്തു. പക്ഷെ പാവം അവളുടെ ജീവൻ മാത്രം രക്ഷിക്കാൻ പറ്റില്ല എന്നിന് ആന്റി ഈ കാര്യമൊക്കെ സാഗിയോട് ഇവ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അവളുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്ത് ആശുപത്രി ചെയ്താന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ ആ സമയം കൂടെ ചോദിച്ചു വാങ്ങിക്കും. അപ്പോഴാണ് അവന് കൺഫേം വന്ന് സത്യത്തിൽ ഇവൻ ഓപ്പറേഷൻ നടക്കുന്ന അതേ സമയത്ത് അവളുടെ അമ്മയെ ആക്സിഡന്റ് ആയി ആ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്ത്. അങ്ങനെ അവളുടെ അമ്മയുടെ കണ്ണാണ് ഇവന് മാറ്റി വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ അവൻ ആലോചിച്ചെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അതിനർത്ഥം ഇവന്റെ സ്വപ്നത്തിൽ വന്ന ആക്സിഡന്റും മിസ്റ്റർ ജോയ് ആയിരിക്കും അവളുടെ അമ്മയെ കൊന്നെന്ന് പറഞ്ഞ് അത് അവന് പിടികിട്ടും. അങ്ങനെ അത് അവൻ മനസ്സിലാക്കി അതേ സമയം തന്നെ ഇവിടെ കിംബമാണ് ഇന്ന് അവളുടെ അമ്മയെ കാണാൻ വേണ്ടി അവൾ സാഗയോട് പറഞ്ഞ പോലെ തന്നെ കോളേജിന്റെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ സമയമായിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് അവന്റെ അടുത്തുള്ള സംശയം തീർക്കാൻ വേണ്ടി നേരെ മിസ്റ്റർ ജോയെ കാണാൻ വേണ്ടി ചെല്ലും. ഇതേ സമയം രാത്രിയായിട്ട് സാഗയെ വരാത്തോണ്ട് ഇവളുടെ ഫ്രണ്ട് ഒരു കാർ ഇടിക്കുന്നുണ്ട്. അവള് പേടിച്ചു പോയി. ഒരു അവളുടെ അമ്മയെ പോലെ തന്നെ സാഗിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പേടിച്ച് ഇവളെ തെയ്യങ്ങ് ജിന്നെന്നറിഞ്ഞ് എല്ലാരും വിളിച്ചു ചോദിക്കും. പക്ഷെ അവർക്ക് ആർക്കും തന്നെ സാഗി എവിടെ പോയെന്ന് അറിയത്തില്ല. അതിനുശേഷം ഇവളും സാഗിയെ വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്നറിഞ്ഞ് അവളും അത് ടെൻഷനായിരിക്കുമ്പം കുറെ സമയം കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് തെയ്യങ്ങാണ് ഇപ്പോഴും അവന് വേണ്ടി ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ഇവൾക്ക് എന്താ വട്ടാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഒരു സാഗിക്ക് ഒരു ആക്സിഡന്റ് പറ്റിക്കണമെന്ന് പറഞ്ഞ് അവളും പേടിച്ച് ബോധം കെട്ടി ഇവന്റെ അടുത്ത് തന്നെ വീഴുന്നു. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. Remember